അതേപോലെ കഴിഞ്ഞ ദിവസം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലന്റെ പരാമർശം ഭയങ്കര രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരിതെളിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക, മാറാട് വീണ്ടും ആവർത്തിക്കുമെന്ന തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നമുക്കറിയാം 2002, 2003 കാലഘട്ടത്തിലാണ് ഒന്നാം മാറാട്, രണ്ടാം മാറാട് കലാപങ്ങൾ ഉണ്ടാവുന്നത്. അന്ന് AK ആന്റണിയായിരുന്നു കേരളം ഭരിച്ചത്. എന്നാൽ അന്ന് മാറാട് കമ്മീഷൻ, മാറാട് കലാപവുമായി അന്വേഷിച്ച കമ്മീഷൻ, തോമസ് കമ്മീഷൻ അന്വേഷിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് ഒരിടത്തും പറഞ്ഞില്ല. PDP-യുടെ പേര് പറഞ്ഞിരുന്നു, ഇവരും CPM-ന്റെ പേര് പറഞ്ഞിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് ഒരിടത്തും ആ റിപ്പോർട്ടിൽ പരാമർശം പോലുമില്ലായിരുന്നു. അപ്പോൾ ഇത് ബോധപൂർവം ഒരു പച്ചക്ക് വർഗീയത പറയുന്ന ഒരു നിലപാടിലേക്ക് CPM-ന്റെ സമുന്നതനായ നേതാവ് കൂടിയായ AK ബാലൻ എത്തിയിരിക്കുകയല്ലേ? ഇതിനകത്ത് തുഫേൽ പറഞ്ഞ ആ 1-2 പോയിന്റ് തന്നെ എന്നോട് എടുത്തു പറയേണ്ടത്. അതായത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇതിനകത്ത് പങ്കില്ല, അതുമല്ല ഇതൊരു രാഷ്ട്രീയ കലാപമല്ല എന്നാണ് റിപ്പോർട്ടിന്റെ അവസാനം വന്നിരിക്കുന്നത്. അപ്പൊ ജനം മറന്നുപോയ ആ ഒരു കലാപത്തെ AK ബാലനെ പോലെ CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി അംഗമായ ഒരു വ്യക്തി പറയുക എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. ആ തെറ്റ് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ ഇന്നലെ TP രാമകൃഷ്ണൻ അതിനെ ആകപ്പാടെ ഒന്ന് മൂടിക്കെട്ടിയൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടമായ ന്യൂനപക്ഷ വോട്ട്, കാര്യം അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഭൂരിപക്ഷ വോട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു SNDP-യുമായിട്ടുള്ള ഈ വെള്ളാപ്പള്ളി നടേശനെ എന്തിനാണ് ഇങ്ങനെ ഇവർ കൂടെ ചേർത്ത് നിർത്തുന്നത്? അതറിയാമോ? SNDP-യുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള, നമുക്കറിയാം ലോക്സഭാ ഇലക്ഷനിൽ ആറ്റിങ്ങലും ആലപ്പുഴ ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും SNDP BJP-ക്ക് അനുകൂലമായി തിരിഞ്ഞു. അപ്പൊ സ്വാഭാവികം BJP-ലേക്ക് പോയ ആ വോട്ടുകൾ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വീണ്ടും SNDP-യെ പ്രേരിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ അത് ശ്രമിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ അത് നടക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും അതിന് പോയ വോട്ട് തിരികെ കിട്ടാൻ കാര്യം വെള്ളാപ്പള്ളി പറഞ്ഞാല് അങ്ങനെ വോട്ട് ചെയ്യുന്ന ഒരു സമുദായമല്ല SNDP എന്ന് പറഞ്ഞാൽ. ഒരു വെള്ളാപ്പള്ളി പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നതാണെന്ന് ധരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെയാണ് തെറ്റുപറ്റുന്നത്. കാര്യം CPM-ന്റെ വോട്ട് ബാങ്ക് SNDP വോട്ടായിരുന്നു, അത് ഏതാണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോഴാണ് ഇപ്പൊ ഈ പറയുന്ന ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാത്ത പോലെ, ഈ പറയുന്ന രീതിയിൽ വെള്ളാപ്പള്ളിയുമായി ഇപ്പൊ കൂടിയിരിക്കുന്ന ചങ്ങാത്തം ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അവർ തിരിച്ചറിയും. കാര്യം അത് തിരിച്ചറിയുന്നതോടുകൂടി ഇനി എന്തൊക്കെയായിരിക്കും CPM നേതാക്കൾ വെള്ളാപ്പള്ളിക്കെതിരെ പറയാൻ പോകുന്നത് എന്ന് അത് കേൾക്കാനായിട്ട് കേവലം ഒരു 3 മാസം കഴിഞ്ഞാൽ മാത്രം മതി. അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. ഈ ബാന്ധവം എന്ന് പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ വീണ്ടും ജമാഅത്തി പരാമർശത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ AK ബാലൻ ഇത് പറയുന്നത് എന്ത് ലക്ഷ്യത്തിലാണ്? അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? മുസ്ലിം ലീഗ് ഒരു തീവ്രവാദി പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കൂ? കോൺഗ്രസ് പോകട്ടെ, മുസ്ലിം ലീഗ് ഒരു തീവ്രവാദി പാർട്ടിയാണെന്ന് സമ്മതിക്കുക? ഇവർ 2 കൂട്ടരും സമ്മതിക്കും? ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോ ജമാഅത്തിക്ക് ഈ കാണുന്ന നമുക്ക് 140 മണ്ഡലമല്ലേ ഉള്ള കേരളത്തിൽ, ഈ 1% പോലും വോട്ടില്ല. ഒരു നിയോജക മണ്ഡലത്തിൽ 1000 വോട്ട് പോലും ഇല്ലാത്ത ജമാഅത്തിയെ ഇവരെന്തിനാണ് ഈ പറയുന്നത്? അതിന്റെ ഉദ്ദേശം മറ്റേ ഈ ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടും ന്യൂനപക്ഷ സമുദായത്തിലെ മറ്റു മുസ്ലിം സംഘടനകളുണ്ടല്ലോ, സമസ്ത, EK സമസ്ത, AP സമസ്ത, മുജാഹിദ്, അവരെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രം. അതെ, ആ സുഖിപ്പിക്കൽ തന്ത്രം ശരിക്കും എങ്ങനെയാ പോകുന്നത്? ഒരു വർഗീയ കലാപത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലല്ലേ AK ബാലന്റെ ഈ സംഭാഷണം? ഒരിക്കലും ഈ രീതി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയാൻ പാടില്ല, ഒരിക്കലും. അതും ഈ പറയുന്ന രീതിയിൽ. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ജമാഅത്തിയായിട്ട് ടൈപ്പ് ഉണ്ടായിരുന്ന സമയമൊക്കെ ഓർമ്മയുണ്ടല്ലോ. PDP ഇവർ കൂടെ നിർത്തി ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. PDP നേതാവ് മദനി വന്നപ്പോൾ 2009 ലോക്സഭാ ഇലക്ഷനിൽ മദനിയുമായിട്ട് ഉൾപ്പെടെയുള്ള പൂന്തറസ്രാജ് ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കന്മാർ പിണറായി വിജയനും CPM-ന്റെ വനിതാ നേതാക്കന്മാർ വേദി പങ്കെടുക്കുകയും പൊന്നാനിയിലെ ഹുസൈൻ രണ്ടത്താണിക്ക് അനുകൂലമായിട്ട് പരസ്യ പ്രചാരണം നടത്തി. അത് PDPക്ക് വേണ്ടിയാണ് ഹുസൈൻ രണ്ടത്താണി സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ എന്താണ്? അതായത് 983 ഒറ്റപ്പാലം ഇലക്ഷൻ മുതൽ, ഒറ്റപ്പാലത്ത് ഉള്ള ലോക്സഭ ഇലക്ഷൻ മുതൽ തന്നെ നമ്മൾ CPM, അതായത് EMS ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവരുടെ ഈ അടവ് നയമുണ്ട്. ഒരു വേള ഈ പറയുന്ന രീതിയിൽ പിന്നെ PDP നേതാവ് മദനി വരുമ്പോൾ ആ വേദിയിൽ എണീറ്റ് നിന്ന പിണറായി വിജയന് ആ സംഭവത്തിന് മുമ്പ് 999 നയനാരി ഗവൺമെന്റ് ആണ്
ഈ പറയുന്ന PDP നേതാവ് മദനിയെ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് തേടിപ്പോയ രംഗം ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ അപ്പൊ ഇവർക്ക് കാലകാലം ഇവർക്ക് എങ്ങനെ വല്ലാതെ വരികയുള്ളത്? ഇവർക്ക് ഭൂരിപക്ഷ വോട്ടും പോവും, ന്യൂനപക്ഷ വോട്ടും പോവും. ന്യൂനപക്ഷ വോട്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇവർക്ക് അവരുടെ പിടിവിട്ടു. ഇത് പിണറായി വിജയന് വേണ്ടി ബാലൻ സംസാരിക്കുന്നതാണ്. ഒരു മാധ്യമ പ്രവർത്തനം തീവ്രവാദി എന്ന് വിളിച്ച് പരസ്യമായി തീവ്രവാദി എന്ന് വിളിച്ച വെള്ളാപ്പള്ളി നടേശനെതിരെ കമാന്ന് വേണ്ടിയിട്ടില്ല. അതായത് ആ ചെറുപ്പക്കാരനുണ്ട് ജോലിയുടെ ഭാഗമായിട്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇതിനകത്ത് ജോലി ചെയ്യുന്ന റിപ്പോർട്ടേഴ്സ് ഒക്കെ അവരുടെ ഭരണകാലത്ത് അവർക്ക് ഓരോ ഇതുണ്ടാകും, രാഷ്ട്രീയം ഉണ്ടാവും. ഈ എനിക്കുണ്ട്, തുഫേലിനുണ്ട്. ഈ മലയാള മനോരമ പത്രത്തിൽ നിരവധി പേര് പഴയ SFIക്കാരാണ്. എവിടെ ഈ പേരെടുത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ഫ്ലോറിൽ ഇരുന്ന് പറയാൻ പറ്റും. കോൺഗ്രസ് KSU വർക്ക് ചെയ്യുന്നവരുണ്ട്. അതെല്ലാം പച്ചയ്ക്ക് വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? അത് ഈ റിപ്പോർട്ടർ ചാനലിലെ ആ ചെറുപ്പക്കാരനെതിരെ. അത് മാത്രമല്ല, ഈ അവസരത്തിൽ AK ബാലൻ ഇത്തരത്തിലൊരു പ്രീണനം നടത്തുമെന്ന് പറഞ്ഞാൽ ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരെ നടത്തിയ പരാമർശമൊക്കെ കേരള ജനങ്ങൾ മറക്കും. മലപ്പുറത്ത് ഒരു ദേശം പോലെ ഇതിന് ക്രിമിലിയർ വിഷയം ഇവിടെ ഉണ്ടായ സമയത്ത് ഈ പറയുന്ന വെള്ളാപ്പള്ളിയും പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കള് നാലുകത്ത് സൂപ്പിയും ഉൾപ്പെടെ ഒരുമിച്ച് സമരം ചെയ്തതാണ്, ഓർമ്മയുണ്ടോ? അപ്പൊ ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ളതാണ്. ഒരു വേള ഇവരിങ്ങനെ പറഞ്ഞു എന്ന് കരുതി മുസ്ലിം സമുദായത്തോട് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു എന്ന് കരുതി അന്ധമായ മുസ്ലിം വിരോധം ഹിന്ദു സമുദായത്തിൽ ഉണ്ട് എന്ന് ധരിക്കുകയും അത് വോട്ടായി കിട്ടുമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഇവർക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇപ്പൊ തുകയിൽ പറഞ്ഞ പോലെ ഒരു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലൊന്നും ഇവിടുത്തെ SNDP സമുദായം ഒരിക്കലും നിങ്ങൾ BJP വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? അസൽ ക്രൈസ്തവ മതമേധ്യക്ഷന്മാര് പറയുകയാണെങ്കിൽ പിന്നെ ക്രിസ്ത്യൻ സമുദായം കേൾക്കും. വെള്ളാപ്പള്ളി ഒരിക്കലും കേൾക്കില്ല. NSS നേതാവ് സുകുമാരൻ നായർ പറഞ്ഞാലും അവർ കേൾക്കില്ല. അപ്പൊ ഇതിൽ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ ഇദ്ദേഹത്തോട് ഒട്ടി നിൽക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ തന്നെ അറിയാം. പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നിരവധി കേസുകൾ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചുണ്ട്. വെള്ളാപ്പള്ളി എന്ന ഒരു മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെ കണിച്ചുകുളങ്ങരയിലെ ഒരു SNDP നേതാവിന്റെ ആത്മഹത്യ കുറിപ്പ് ഉൾപ്പെടെ കുറേ അധികം കേസുകൾ ഇപ്പോഴും അവരുടെ കൈവശം ഈ പറയുന്ന ഗവൺമെന്റിൽ കയ്യിലുണ്ട്. രണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണവും തനിക്ക് നേരെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മകന് വേണ്ടി ഈ പറയുന്ന രീതിയിൽ പ്രകാശ് ജാവദേക്കർ ഇപ്പൊ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നില്ലേ? ഇപ്പം അത് ആ ഒരു ബന്ധത്തിന് വേണ്ടിയാ. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ഒരിക്കലും സ്ഥായിയായി ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അദ്ദേഹത്തിന് യാതൊരു ആഭിമുഖ്യവുമില്ല. അപ്പോ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടുമെന്ന് കരുതിക്കൊണ്ട് മലപ്പുറം പരാമർശം, കാരണം ഇവിടുത്തെ ജനത അതൊക്കെ മറക്കുമെന്ന് CPM നേതാക്കള് പ്രത്യേകിച്ച് എസ്പെഷ്യലി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, അത് ഇതിൽ ഇത്ര നമുക്കിപ്പോ പറയാവുള്ളൂ. ഈ പാർട്ടിക്ക് ഇപ്പോ MV ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി സ്വയം ഒരു പരാജയമാണെന്ന് അദ്ദേഹം ഈ ഇലക്ഷന് ശേഷം പറഞ്ഞു. പാർട്ടി പ്രവർത്തകര് ഭയങ്കര ലേസിയായി, അവരൊന്നും പ്രവർത്തിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം സ്വയം പരാജിതനാവുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കോൺഗ്രസിന്റെ ഭരണം നമുക്ക് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, കോൺഗ്രസിന് ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുമ്പോ ഈ പറയുന്ന ജമാഅത്തി ആയിരിക്കും ഇവിടെ ഭരിക്കുക എന്ന് AK ബാലൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കോൺഗ്രസിൽ കേപ്പബിലിറ്റി ചർച്ചയായിട്ടാണ് ഇപ്പൊ കോൺഗ്രസ് എന്നൊക്കെ ഭരണത്തിൽ കയറിയിട്ടുണ്ടോ അന്നെല്ലാം മറ്റേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് കോൺഗ്രസ്സുകാരാണ്. മുസ്ലിം ലീഗുകാരും വന്നിട്ട് പോലും ഇല്ല. അല്ല, മുസ്ലിം ലീഗുകാരെ അല്ലാതെ ഈ ഒരു നിയോജക മണ്ഡലത്തിൽ 1000 പേര് പോലും ഇല്ലാത്ത ജമാഅത്തി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടി അവരെ നിയന്ത്രിക്കാനായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞാൽ ഏത് ലോകത്താണ് ഇവരൊക്കെ പോകുന്നത്? ഒരു ജമാഅത്തിയെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മറ്റു മുസ്ലിം സമുദായങ്ങളിലെ ഇവർ കൂടെ പോകുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ P മുജീബ് റഹ്മാൻ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി, ഈ മാറാട് കലാപം ഉണ്ടായ സമയത്ത് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന പ്രൊഫസർ KS സിദ്ദീഖ് ഹസൻ സാഹിബ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പോകാൻ പോയി. അതായത് പോകാൻ പോയപ്പോ പോലീസ് പറഞ്ഞ് നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ പറ്റില്ല, എനിക്ക് പ്രൊട്ടക്ഷൻ വേണ്ട, അത് പ്രൊട്ടക്ഷൻ വേണ്ടേ നിങ്ങൾ പോകാൻ പോകും. അങ്ങനെ പുള്ളി 3 മണിക്കൂറോളം അവിടുത്തെ അരയ സമുദായക്കാരുമായിട്ടും എല്ലാവരുമായിട്ടും ചർച്ച നടത്തി രമ്യമായ രീതിയിൽ വളരെ സമാധാനപരമായ ഒരു ഇടപെടൽ നടത്തിയ വ്യക്തിയായിട്ടാണ് പറഞ്ഞത്. അത് ഇന്നലെ ചാനൽ ചർച്ചകളും പറഞ്ഞു. വളരെ വേറെ ഒരു മത നേതാക്കന്മാരെ സാമുദായിക നേതാക്കന്മാരെ പോലെ ഈ പ്രൊഫസർ സിദ്ദീഖ് ഹസൻ സാഹിബ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം മരിച്ചുപോയി, കഴിഞ്ഞ 2-3 വർഷം മരിച്ചുപോയി. അദ്ദേഹം വളരെ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയ വ്യക്തിയായിരുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ പോലും വേണ്ട, എനിക്ക് കുഴപ്പമില്ല,
ഞാൻ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന രീതിയിൽ അദ്ദേഹം വളരെ സമാധാനപൂർവ്വമായ വളരെ ക്രിയാത്മകമായ പോസിറ്റീവായ ഇടപെടൽ നടത്തിയ വ്യക്തിയായിരുന്നു പ്രൊഫസർ സിദ്ദീഖ് സാഹിബ്. എന്നിട്ട് പോലും അവരുടെ ഭാഗത്ത് ആ തോമസ് കെ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഒരു വരി പോലും ഇല്ല. തീർച്ചയായിട്ടും ഇല്ല, അതിലില്ല, ഒരു വരി പോലും ഇല്ല. അതൊരു വർഗീയ കലാപമല്ല എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിന്റെ അവസാനം വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് അർത്ഥത്തിലാണ് സംസാരിക്കുന്നത്? നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് കോൺഗ്രസ് ഇപ്പോ മുഖ്യമന്ത്രിയായി കെ കരുണാകരനാണ് എന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ തന്നെ അവരുടെ തെറ്റുകൾ വിമർശിക്കുന്ന പോലെയാണ് എ കെ ആന്റണി അല്ലെങ്കിൽ എ കെ ആന്റണി വിഭാഗം. ഇപ്പോൾ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ കരുണാകരനെ വിമർശിക്കും. കോൺഗ്രസിന്റെ ഭരണകാലത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ വിമർശിക്കാൻ മറുപക്ഷത്ത് അങ്ങനെ എന്നും അവരുടെ ഇടയിൽ ആളുണ്ടായിരുന്നു. മറിച്ച് കഴിഞ്ഞ എത്ര കൊല്ലമായി, ഇപ്പൊ രണ്ടാമത്തെ ടേം കൂടെ പിണറായി ഭരിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു പാർട്ടിയോ, അതായത് ഇദ്ദേഹത്തിന്റെ ഭരണത്തെ വിമർശിക്കാൻ ഇവിടെ ഒരു പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ തിരുത്താൻ, വിമർശിക്കേണ്ട പോട്ട് തിരുത്താൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോ ഒരു ഗവൺമെന്റിനെ അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ എന്ത് തിയറിയാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്? പാർട്ടിക്ക് വേണ്ടി എന്താണ് സംഘടന, എന്ത് തിയറിയാണ് ഉണ്ടാക്കുന്നത്? പിണറായി വിജയന്റെ കൂത്തിനനുസരിച്ച്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂത്തിനൊത്ത് ആടുന്ന ഒരു സംഘടനയായി CPM മാറിയത് കൊണ്ടാണ് എ കെ ബാലൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഏതായാലും നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഭൂരിപക്ഷം കയ്യിൽ നിന്ന് പോയി, അടുത്ത ന്യൂനപക്ഷവും കയ്യിൽ നിന്ന് പോയി. ഇന്നിപ്പോ എ കെ ബാലനെ റിയാസും പറഞ്ഞിട്ടുണ്ട്, റിയാസും തിരിച്ചു വികസനമാണ് പറയേണ്ടത് എന്ന് പറയുമ്പോൾ അമ്മാവനെ പരോക്ഷമായി മരുമകൻ തന്നെ തിരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അമ്മാവന് വേണ്ടിയാണ്, അതായത് പിണറായി വിജയന്റെ ജിഹ്വയാണ്, നാവാണ് ഈ എ കെ ബാലൻ എന്ന കാര്യം പാർട്ടിക്കകത്തുള്ളവർക്കും അറിയാം, മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും അറിയാം. ഏതായാലും കേവലം എന്ന് നമ്മൾ ജമാഅത്ത് ഇസ്ലാമി പറയുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി കേവലം എന്ന് പറയുന്നത് അവർക്ക് 1000 പേര് പോലും ഒരു നിയോജക മണ്ഡലത്തിലില്ല. അവരെ കൂട്ടുപിടിക്കാനായിട്ട് കോൺഗ്രസ് പോയതുമല്ല. കോൺഗ്രസിന് അവരൊരു പിന്തുണ നൽകും എന്നൊരു വാക്ക് മാത്രമേ പാലക്കാട് ഇലക്ഷൻ മുതൽ ഉപതെരഞ്ഞെടുപ്പ് മുതൽ എന്നാണ് അവരങ്ങനെ പറഞ്ഞത്. ഇത്രയും വെറികൊള്ളുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ കാൽക്കീഴിലെ മണ്ണ് ഇവരറിയാതെ തന്നെ ഒലിച്ചു പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ഇവർ മൂടും കുത്തി വീണാൽ പോലും തങ്ങൾക്ക് തെറ്റ് പറ്റി എന്നൊരു വാക്ക് ഈ പാർട്ടിയുടെ വായിൽ നിന്ന് വീണില്ല. ഏതായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു എ കെ ബാലന്റെ ഈ പ്രസ്താവനയെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി എങ്ങനെ പറയും, ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എങ്ങനെ പറയും എന്ന കാര്യത്തിൽ.